വാട്സപ്പിലൂടെ വന്നൊരു ചോദ്യമാണ്. അദ്ദേഹം ഒരു ശിവക്ഷേത്രത്തിൽ ചെന്ന് തൊഴുതു നിൽക്കുമ്പോൾ അവിടുത്തെ മേൽശാന്തി ഇറങ്ങി വന്നിട്ട് അയാളുടെ കയ്യിൽ ചരട് നോക്കിയിട്ട് ചോദിച്ചു, ഇത് എവിടെ നിന്ന് ജപിച്ച് കെട്ടിയതാണ്? അപ്പോൾ ഈ ഭക്തൻ പറഞ്ഞു, ഞാൻ തൊട്ടടുത്ത വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ജപിച്ച് കെട്ടിയതാണ്. അപ്പോൾ ഈ മേൽശാന്തി പറഞ്ഞു, ഈ ചരടം കെട്ടിക്കൊണ്ട് ഇവിടുത്തെ ശിവനെ പ്രാർത്ഥിക്കാൻ പാടില്ല. ഒന്നുകിൽ ഈ ചരട് അഴിച്ചു മാറ്റണം, അല്ലെങ്കിൽ ഇവിടുത്തെ ചരട് ജപിച്ച് കെട്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ ഭക്തനായ മനുഷ്യന് വല്ലാത്ത സങ്കടം തോന്നി. അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി വന്നിട്ടാണ് ഈ മെസ്സേജ് അയച്ചത്. ഇത് വാസ്തവമാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പരാമർശം ഏതെങ്കിലും മേൽശാന്തി നടത്തിയതായിട്ട് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. ഒരു ക്ഷേത്രത്തിൽ നിന്ന് ജപിച്ച് കെട്ടിയ ചരടുമായി മറ്റൊരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതുകൊണ്ട് വിലക്കപ്പെടുന്നതും ആദ്യമായിട്ടാണ് അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ആ മേൽശാന്തിയുടെ തികഞ്ഞ അജ്ഞാനം കൊണ്ടുണ്ടായ വാക്കുകളാണ്. നമ്മളൊരു ക്ഷേത്രത്തിൽ നിന്ന് ജപിച്ച് കെട്ടിയ ചരടുമായിട്ട് മറ്റു ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. പിന്നെ ചില ഉപാസനാ ക്രിയകളിൽ നമ്മൾ ചില പ്രത്യേകതരം ഉപാസനകളൊക്കെ നടത്തുമ്പോൾ അവിടെ പിന്നെ നമ്മുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ഏലസ് ചരടൊക്കെ മാറ്റിയിട്ട് അത്തരം പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യാം. വേറൊരു മന്ത്രങ്ങൾ കൊണ്ട് ജപിച്ച് കെട്ടിയിരിക്കുന്നത് മാറ്റിയിട്ട് ആ ദേവതാ സാന്നിധ്യം പൂർണ്ണമായിട്ട് നിറച്ച് ചെയ്യുന്ന ചില ഉപാസനകളുണ്ട്, ചില ഹോമങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിൽ അല്ലാതെ ഒരു ഭക്തനും ഒരു ക്ഷേത്രത്തിൽ നിന്ന് ജപിച്ച ചരടുമായിട്ട് മറ്റേത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും പോയി തൊഴാവുന്നതാണ്. അതിൽ യാതൊരു കുഴപ്പമില്ല. ഈ മേൽശാന്തി എന്തുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ചരട് ജപിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു മാർഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ തെറ്റിദ്ധാരണജനകമാണ്. ഇതൊക്കെ പൊതുസമൂഹത്തിൽ നമ്മുടെ ഹൈന്ദവ ആചരണ പദ്ധതികളെയൊക്കെ തന്നെ കളങ്കം വരുത്തുന്ന ഒരു രീതിയാണിത്. ഇങ്ങനെ ചില വിഡ്ഢിത്തങ്ങളൊക്കെ പറഞ്ഞ് യൂട്യൂബ് ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്ന ചിലരെ കണ്ടിട്ടുണ്ട്. തികച്ച് ഇത്തരം കാര്യങ്ങളെ ഹൈന്ദവർ തന്നെ ചോദ്യം ചെയ്യണം, നിങ്ങൾ ഭക്തർ തന്നെ ചോദ്യം ചെയ്യണം. ഇത്തരം വിഡ്ഢിത്തങ്ങൾ പറയുമ്പോൾ ഇതാര് പറഞ്ഞു, എവിടെ പറഞ്ഞു എന്ന് ചോദിക്കാനുള്ള ധൈര്യം ഓരോ ഹിന്ദു ഭക്തനും ഉണ്ടാവേണ്ടുന്ന കാലം അതിക്രമിച്ചു എന്നാണ് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്.